ആ, രാകേഷ് സാറിൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങൾ. ഇപ്പം മനസ്സിലായി. എന്താടാ? അത് അവൾ എൻ്റെ മാമൻ്റെ മകളാണ്. അവൾക്ക് അവിടെ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാനാ. ആദ്യമായിട്ടാണ് നാട്ടിൽ നിന്നും മാറി നിൽക്കുന്നത്. ഹരി അല്പം പരിങ്ങലോടെയാണ് ചോദിച്ചത്. അപ്പോൾ നീ ഒന്നും അറിഞ്ഞില്ലേ? ഹരി അമ്പരപ്പോടെ ചെവി കൂർപ്പിച്ചു വെച്ചു. എന്താടാ, എന്തു പറ്റി? അത് 2 ദിവസം മുൻപ് പ്രൊജക്റ്റ് ഹെഡായ അജയ് സാറും മറ്റു 2 സ്റ്റാഫും ഈ മേഘ എന്ന കുട്ടിയും കൂടി ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഫീൽഡ് വർക്കിന് പോയതാ. പക്ഷെ അവിടെ വെച്ച് ഏതോ ആൾക്കാർ മേഘയെ തട്ടിക്കൊണ്ടുപോയി. 2 ദിവസമായി മിസ്സിംഗ് ആണ്. ആ കുട്ടിയെ അന്വേഷിച്ചു പോയ സാറിനെ ഇപ്പം കാണുന്നില്ല. ആ കുട്ടിയുടെ ചേട്ടനും പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഹരി ഞെട്ടലോടെയാണ് അത് കേട്ടത്. സനു, നീ പറയുന്നത് സത്യമാണോ? അമ്മുവിനെ കാണാനില്ലെന്നോ? ഞാൻ പറഞ്ഞത് സത്യമാണ് ഹരി. മറ്റൊരു ന്യൂസ് കൂടി കേൾക്കുന്നുണ്ട്. എന്താ അത്? മേഘയെ കടത്തിക്കൊണ്ടുപോയത് റെഡ് സ്ട്രീറ്റിലാണെന്നോ എന്നൊക്കെ. ഹരിയുടെ കയ്യിൽ നിന്നും ഫോൺ ഊർന്നു പോയി. അവൻ തളർച്ചയോടെ കട്ടിലിൽ ഇരുന്നു പോയി. വീണ്ടും ഫോൺ എടുത്തവൻ കാതോട് ചേർത്ത് വെച്ചു. സനു, അവളുടെ കൂടെയുള്ളത് എൻ്റെ ഏട്ടനാ. ഞങ്ങളുടെ അമ്മാവൻ്റെ മകളാണ് മേഘ. ഏട്ടനിപ്പോൾ അവിടെയുണ്ടോ? അവരിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ഉടനെ അവിടെ എത്താം. നീ എനിക്ക് അഡ്രസ്സ് ഒന്ന് അയക്കുമോ? ഹരിയുടെ വാക്കുകളിലെ വെപ്രാളത്തിൽ സനു അയക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ ഇപ്പോൾ അതല്ല പ്രശ്നം ഹരി. അജയ് സാർ രാകേഷ് സാറിൻ്റെ അനിയനാണ്. സാറിൻ്റെ ടീമിലായിരുന്നു മേഘ. അവളെ അന്വേഷിച്ചു പോയ സാറും ഇപ്പം മിസ്സിംഗ് ആണ്. ഞാൻ ഉടനെ അവിടെ എത്താം സനു. നീ എനിക്ക് അഡ്രസ്സ് അയക്കോ പ്ലീസ്? ഹരി അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് താഴേക്ക് ഓടി. അമ്മേ. ഹരി സുലോചനയെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി. റൂമിൽ തുണി മടക്കി വെച്ചുകൊണ്ടിരുന്ന രാഖിയും അവൻ്റെ വിളി കേട്ട് ഹാളിലേക്ക് ഓടി വന്നു. സുലോചന സാരി തുമ്പിൽ കൈ തുടച്ചുകൊണ്ട് വെപ്രാളത്തിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ്റെ ആധിയേറിയ മുഖവും വിയർപ്പ് പൊടിഞ്ഞ നെറ്റിത്തടവും കണ്ട് സുലോചന അവനെ നോക്കി. എന്താടാ, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? രാഖിയും അവിടെ വന്ന് നിന്ന് നോക്കി. അമ്മുവിനെ കാണാനില്ലെന്ന്. സുലോചനയും രാഖിയും പകപ്പോടെ അവനെ നോക്കി. കാണാനില്ലെന്നോ? നീ എന്തേ പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. അവൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എൻ്റെ ഫ്രണ്ടുണ്ട്. അവനാ പറഞ്ഞത്. മെനിഞ്ഞാന്ന് പ്രൊജക്റ്റ് വർക്കിന് പോയ അമ്മുവിനെ ഏതോ സംഘം തട്ടിക്കൊണ്ടുപോയെന്ന്. സുലോചന നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കസേരയിൽ ഇരുന്നു പോയി. തലയ്ക്ക് കൈ കൊടുത്തിരുന്ന സുലോചനയ്ക്ക് രാഖി കുടിക്കാൻ വെള്ളം എടുത്തു വന്നു. ഈശ്വര, എൻ്റെ കുട്ടി. ഹരി, നീ കൊച്ചുവിനെ വിളിക്ക്. സുലോചന കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു. ഹരി കിച്ചുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചെങ്കിലും അവൻ കട്ടാക്കുകയാണ് ചെയ്തത്. ഹരി നിരാശയോടെ രാഖിയെ നോക്കി. എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്ക് ഹരി. രാഖി തൻ്റെ ഫോൺ എടുത്ത് ഹരിക്ക് കൊടുത്തു. അവളുടെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ കിച്ചു ഫോൺ എടുത്തു. ഹരി ഉടനെ ഫോൺ സുലോചനയ്ക്ക് കൊടുത്തു. കൊച്ചു, ഇത് ഞാനാ, അമ്മയാ. അമ്മു എവിടെ കൊച്ചു? അവൾക്ക് എന്താ പറ്റിയത്? അവളെ കാണാനില്ലെന്നറിഞ്ഞു. കേൾക്കുന്നതൊക്കെ ശരിയാണോ? കിച്ചു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു. അമ്മ എങ്ങനെ വിവരം അറിഞ്ഞു എന്ന് കിച്ചു ആലോചിച്ചു. കൊച്ചു, നീ എന്താ മിണ്ടാത്തത്? അമ്മു എവിടെ? ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? അമ്മുവിനെ ആരെ കടത്തിക്കൊണ്ടുപോയത്? അവളെ നല്ല നിലയിൽ എത്തിക്കാനായിരുന്നില്ലേ നീ അവളെ മുംബൈക്ക് കൊണ്ടുപോയത്? ഇതാണോ അവളുടെ നല്ല ജീവിതം? കിച്ചുവിന് വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിക്കിടന്നു. സ്പീക്കറിലായിരുന്ന ഫോണിലൂടെ മാധുരിയും സുലോചന പറയുന്നത് കേട്ടു. അവൾ വിഷമത്തോടെ അവനെ നോക്കി. അമ്മ എങ്ങനെ അറിഞ്ഞു? കിച്ചു വിറയലോടെയാണ് അത് ചോദിച്ചത്. അപ്പോൾ കേട്ടതൊക്കെ സത്യമാണല്ലേ? രാഖി ഞെട്ടലോടെ ഹരിയെ നോക്കി. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നത് അവൾ വ്യക്തമായി കണ്ടു. സത്യമാണ്. പക്ഷെ അമ്മുവിനെ അവരിൽ നിന്നും അജയ് രക്ഷപ്പെടുത്തി. അവർ നാളെ തിരിച്ചെത്തും. നീ ഇനി ഒന്നും പറയണ്ട കൊച്ചു. അവളെ കൂട്ടാൻ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഇനി മതി ജോലിയും അവിടുത്തെ പൊറുതിയും ഒക്കെ. എൻ്റെ ഏട്ടന് ഞാൻ വാക്കു കൊടുത്തതാ, എൻ്റെ മരണം വരെ അവളെ സംരക്ഷിക്കുമെന്ന്. സുലോചന അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തപ്പോൾ കിച്ചു തലയ്ക്ക് കൈ കൊടുത്തിരുന്നു. ഹരി, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യ്. ഉടനെ നമുക്ക് അവിടെ പോകണം. സുലോചന കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ഹരി, ഞാനും വരുന്നുണ്ട് നിങ്ങൾക്കൊപ്പം. ഹരി അവളെ നോക്കി. രാഖി, ഒരു പ്രശ്നമുണ്ട്. ഏട്ടൻ വെറുതെ പറഞ്ഞതാ. അജയ് എന്ന് പറയുന്ന അവളുടെ സാറും മിസ്സിംഗ് ആണ്. മാത്രവുമല്ല അവളെ കൊണ്ടുപോയത് റെഡ് സ്ട്രീറ്റിലാണെന്ന് ഫ്രണ്ട് പറഞ്ഞത്. അവിടെയൊക്കെ പെട്ടുപോയാൽ രക്ഷപ്പെടുക പ്രയാസമാണ്. രാഖി വാപ്പൊത്തി അവനെ നോക്കി. ഈശ്വര, പാവം കുട്ടി. അവൾക്കൊരു അബദ്ധം വരുത്തരുതേ. കൈകൂപ്പി പ്രാർത്ഥിച്ചു പോയി അവൾ. 2-3 സാരി എടുത്ത് ഒരു ബാഗിൽ കുത്തിക്കയറ്റി സുലോചന വസ്ത്രം മാറി വന്നു. അമ്മേ, ഞാൻ ആദ്യം പോയി അന്വേഷിക്കാം. അമ്മ ഇപ്പോൾ ധൃതി പിടിച്ച് വരണ്ട. ഹരിയെ സാവിത്രി ദഹിപ്പിച്ചു നോക്കി. നീ മിണ്ടരുത്. നീ ഒരൊറ്റ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. നമ്മൾ 3 പേരും പോവും. മോളെ, നീയും ഇറങ്ങ്. അമ്മേ, ഒരുപാട് ദൂരമുണ്ട്. പെട്ടെന്നൊന്നും ടിക്കറ്റ് കിട്ടില്ല. ഹരി, ഞാൻ ഉടനെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം.
ഇന്ന് തന്നെ നമുക്ക് പോകാം. രാഗി ഫോണുമെടുത്ത് റൂമിലേക്ക് പോയി. അന്ന് ഉച്ചതിരിഞ്ഞുള്ള ഫ്ലൈറ്റിൽ അവർ 3 പേരും മുംബൈക്ക് തിരിച്ചു. അവരുടെ വരവ് പ്രതീക്ഷിച്ചിരുന്നതിനാൽ രാകേഷ് മാധുരിയെ അവൻ്റെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അജയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ അതിൻ്റെ ടെൻഷനിലായിരുന്നു കിച്ചു. അമ്മ വരുമ്പോൾ അമ്മു എവിടെയെന്ന ചോദ്യത്തിന് എന്തു പറയുമെന്ന് ആദിയിലായിരുന്നു കിച്ചു. ആൻറ്റി, എനിക്ക് വേറൊരു ഡ്രസ്സ് തരുമോ? ഇതിടുമ്പോൾ ഞാനേതോ നാടകത്തിൽ നിൽക്കുന്നത് പോലെ. സ്വന്തം വസ്ത്രത്തിൽ നോക്കി അജയ് രാജശ്രീയെ നോക്കി ദയനീയമായി പറഞ്ഞപ്പോൾ അമ്മു ചിരി കടിച്ചു പിടിച്ച് അവനെ നോക്കി നിൽക്കുകയായിരുന്നു. ഇടിയിപ്പോൾ വേറെ ഇരിപ്പില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കവലയിൽ പോയി വാങ്ങാം. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചുറ്റി കാണുകയും ചെയ്യാമല്ലോ, രാജശ്രീ പറഞ്ഞപ്പോൾ വഴിയില്ലാതെ അജയ് സമ്മതിച്ചു. ചോദിക്കുന്നവരോടൊക്കെ മുംബൈയിൽ നിന്നും വന്ന ചേട്ടൻ്റെ മകനും ഭാര്യയുമാണെന്നാണ് രാജശ്രീ പറഞ്ഞത്. രാംഗോപാൽ എന്നായിരുന്നു ആ കടക്കാരൻ്റെ പേര്. നീ ഇവരെയും കൂട്ടി എങ്ങോട്ടാ? ഗോപാൽ രാജശ്രീയോട് അല്പം ഗൗരവത്തിൽ ചോദിച്ചു. അവർക്ക് ഉടുത്തു മാറാൻ വസ്ത്രമില്ല, ഭൂലിൻ്റെ കടയിൽ നിന്നും വാങ്ങാമെന്ന് കരുതി കൂട്ടിയതാ. ഇവർക്ക് ഭക്ഷണം കൊടുത്തോ? കഴിച്ചിട്ടാണ് വരുന്നത്. മക്കൾ എത്താറാവുമ്പോഴേക്കും തിരികെ പോകേണ്ടതാണ്. നിങ്ങൾ കടയടിച്ചിട്ട് നേരത്തെ പോരെ. രാജശ്രീ അതും പറഞ്ഞ് മുന്നോട്ട് നടന്നു. ഗോപാൽ അവരെ നോക്കി കൈവീശി കാണിച്ചു. അജയ് ഒരു കുർത്ത മോഡലിലുള്ള ഷർട്ടും പാൻറ്റും എടുത്തു. അമ്മുവിന് ചുരിദാറൊന്നും കിട്ടിയില്ല. ലെഹങ്ക ചോളിയായിരുന്നു കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. രാജശ്രീ നല്ലൊരു സാരി എടുത്ത് അമ്മുവിന് ചേർത്ത് വെച്ചു. നന്നായി ചേരുന്നുണ്ട്, ഇത് വാങ്ങിക്കൊടുക്കുമോനെ. ഭാര്യമാർ സുന്ദരികളായി അണിഞ്ഞൊരുങ്ങി നടക്കുന്നതാണ് ഭർത്താക്കന്മാർക്ക് അഭിമാനം. നിങ്ങൾ രണ്ടാളും നല്ല ചേർച്ചയാ. രാജശ്രീ അങ്ങനെ പറഞ്ഞപ്പോൾ അജയ് അമ്മുവിനെ നോക്കി. അവൾ അവിടെയുള്ള മറ്റു വസ്ത്രങ്ങളിൽ കണ്ണോടിച്ചു നിൽക്കുകയായിരുന്നു. അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ അവൻ പോലും അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു. ഭാഷ അറിയായിരുന്നെങ്കിൽ ഇവളെന്നെ കൊന്നേനെ എന്ന് ചിരിയോടെ അവൻ മനസ്സിലോർത്തു. ആ സാരി തന്നെ അജയ് വാങ്ങി. വേറെ ഒരു ലെഹങ്ക ചോളി കൂടി എടുത്തു. രാജശ്രീക്കും ഗോപാലിനും മക്കൾക്കും കൂടി അജയ് വസ്ത്രമെടുത്തു. രാജശ്രീ അവനെ അത്ഭുതത്തോടെ നോക്കി. അഭയം തേടി ഓടി വന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ച് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അന്നമൂട്ടിയ നിങ്ങളോട് എന്നും ഞങ്ങൾ കടപ്പെട്ടിരിക്കും. ഇത് ചെയ്തതിന് പ്രത്യുപകാരമായി കൂട്ടണ്ട, ഞങ്ങളുടെ സ്നേഹ സമ്മാനമായി കൂട്ടിയാൽ മതി, അജയ് പറഞ്ഞപ്പോൾ രാജശ്രീ കണ്ണു തുടച്ച് ചിരിയോടെ അവനെ നോക്കി. നിങ്ങൾ എന്ന് സന്തോഷത്തോടെ ഒന്നിച്ചു ജീവിക്കാൻ നന്ദകിഷോർ അനുഗ്രഹിക്കട്ടെ, രാജശ്രീ അനുഗ്രഹത്തോടെ പറഞ്ഞു. നീ ഹിന്ദി പഠിക്കണം കേട്ടോ. ഹിന്ദി പോലും അറിയാതെ അവൾ മുംബൈയിലേക്ക് വന്നത്. അജയ് നടക്കുന്നതിനിടയ്ക്ക് അമ്മുവിനെ ചൊറിഞ്ഞു. എനിക്ക് കുറച്ചൊക്കെ അറിയാം, അമ്മു ചുണ്ടുകൊട്ടി പറഞ്ഞു. പിന്നെ നന്നായിട്ടറിയാം. എന്നാൽ നേരത്തെ ആൻറ്റി എന്നോട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞേ? അത് പിന്നെ ഞാൻ കേട്ടില്ല, അമ്മു പകർച്ചയോടെ പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ചോളം കടിച്ചു. അജയ് തലയാട്ടി അവളെ നോക്കി. പെണ്ണിന് മനസ്സിലാവാത്തത് നന്നായി, അജയ് പതുക്കെ പറഞ്ഞുകൊണ്ട് ചിരിയോടെ നടന്നു. അജയുടെ സാമീപ്യം പലപ്പോഴും കിച്ചുവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് സങ്കടം വന്നു. കിച്ചുവിനെ കാണാൻ അവൾക്ക് തോന്നി. എത്രയും പെട്ടെന്ന് തിരികെ പോകാൻ കഴിഞ്ഞെങ്കിൽ, ഏട്ടനെ കാണാൻ കഴിഞ്ഞെങ്കിൽ, ആ നെഞ്ചിൽ ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ ചേർന്നു നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ. എന്തു പറ്റി? ഫ്യൂസായ ബൾബ് പോലെ. അജയ് അവളുടെ വിരലിൽ വിരൽ കോർത്തുകൊണ്ട് ചോദിച്ചു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അജയ് അവളെ നോക്കി. കുഞ്ഞോൾ അവളുടെ കൊച്ചേട്ടനെ ഓർത്തു അല്ലേ? അമ്മു തല കുലുക്കി. ഇന്നൊരു ദിവസം കൂടി സഹിക്കടോ, നമ്മൾ നാളെ അവിടെ എത്തില്ലേ? പിന്നെന്താ? എനിക്ക് പേടിയാ അജയ്. നമ്മൾ ഇനിയും എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നേരിടുമെന്ന് മനസ്സ് പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എത്തില്ലായിരുന്നു. അതൊക്കെ വെറുതെ തോന്നുക. ദേ നോക്ക്, ഇവരുടെ സഹായത്തോടെ നമുക്ക് തിരിച്ചു പോകാൻ കഴിയും. കേരളവും തമിഴ്നാടും പോലെയാ ഗുജറാത്തും മഹാരാഷ്ട്രയും. അധികം ദൂരമില്ലടോ. 2 ദിവസമായുള്ള അലച്ചിലിന് ഇന്നൊരല്പം ആശ്വാസം തോന്നില്ലേ? പിന്നെ അങ്കിള് വരുമ്പോൾ ഫോൺ വാങ്ങി ഞാൻ ആ ഏറുമാടത്തിൽ കയറി ഏട്ടനെ വിളിക്കാം. നമ്മൾ ഇവിടെയുണ്ടെന്ന് അവരോട് പറയാം. ഇന്നലെ മുതൽ നമ്മുടെ വിവരങ്ങൾ അറിയാതെ അവർ ടെൻഷനിലായിരിക്കും, അജയ് അമ്മുവിനെ സമാധാനിപ്പിച്ചു. എന്നാൽ മറ്റുള്ളവർക്ക് മുന്നിൽ പുകഞ്ഞു നിൽക്കുന്ന കിച്ചുവിൻ്റെ അവസ്ഥ അവർക്കറിയില്ലായിരുന്നു. സുലോചനയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കൈകെട്ടി മൗനമായി നിൽക്കുവാനേ കിച്ചുവിന് കഴിഞ്ഞുള്ളൂ. കിച്ചുവിനെ അവരൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കണ്ട് രാകേഷിന് ദേഷ്യം വന്നിരുന്നു. അവൻ പലവട്ടം അജയെ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ശില്പ അച്ഛനെയും അമ്മയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയതിനാൽ അവർ പ്രാർത്ഥനയിലായിരുന്നു. സുലോചനയും ഹരിയും വന്നെന്നറിഞ്ഞപ്പോൾ അവരെല്ലാവരും കിച്ചുവിൻ്റെ ആശ്വാസത്തിനായി അവൻ്റെ ഫ്ലാറ്റിലുണ്ടായിരുന്നു. ആൻറ്റി പ്ലീസ്, നിങ്ങളിങ്ങനെ അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. അമ്മുവിനോട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അവൾ ഓഫീസിലെ ഏറ്റവും നല്ല സ്റ്റാഫായിരുന്നു. അതിനേക്കാൾ ഉപരി ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ടവളും. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ച കാര്യങ്ങളായിരുന്നില്ല ഇവിടെ നടന്നത്. അവർക്ക് ആളു മാറിപ്പോയതാ. അമ്മു അല്ലായിരുന്നു അവരുടെ ലക്ഷ്യം. കിച്ചു പറഞ്ഞത് സത്യമാണ്. അമ്മുവിനെ അവിടെ നിന്നും അജയ് രക്ഷിച്ചു. ഇന്നലെ അവർ ഞങ്ങളെ വിളിച്ചിരുന്നു. പക്ഷെ അവരെവിടെ പോയി? രാഖിയായിരുന്നു അത് ചോദിച്ചത്.
അത് ഞങ്ങൾക്കറിയില്ല. ഇന്ന് രാവിലെ മുതൽ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഫോണിലെ ചാർജ് തീർന്നിട്ടുണ്ടാവും. നിങ്ങളാരും വിഷമിക്കേണ്ട. അജയ് അവളെ തിരികെ കൊണ്ടുവരും. ശില്പ ഫുഡ് കൊണ്ടുവന്ന് വിളമ്പി വെച്ചു. ഹരി ഫ്രഷ് ആകാൻ വേണ്ടി റൂമിലേക്ക് പോയി. അവിടെ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന അമ്മുവിൻ്റെയും കിച്ചുവിൻ്റെയും ഫോട്ടോ കയ്യിലെടുത്ത് അതിലേക്ക് നോക്കി. നിന്നെ നഷ്ടപ്പെട്ടപ്പോഴാണമ്മോ ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞത്. നഷ്ടപ്പെടുമ്പോഴാണല്ലോ അതിൻ്റെ മൂല്യം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുന്നത്. നീ എവിടെയാണമ്മോ? വേഗം വാ. നിന്നെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടിപ്പോൾ. ഹരിയ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സുലോചന പഴയതുപോലെ എല്ലാവരോടും സംസാരിച്ചിരുന്നു. മാധുരി ആരാണെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ചേച്ചിയാണെന്നാണ് ശില്പ പറഞ്ഞത്. അവൾ നന്ദിയോടെ ശില്പയെ നോക്കി. കിച്ചു ചായ പോലും കുടിക്കാതെ സോഫയിൽ തല കുമ്പിട്ടിരിക്കുകയായിരുന്നു. നീള മുട്ടിലിഴഞ്ഞു വന്ന് അവൻ്റെ കാലിൽ പിടിച്ചു വലിച്ചു. കിച്ചു അവളെ എടുത്തുയർത്തി മടിയിലിരുത്തി. അവൻ്റെ കൺകോണിൽ പൊടിഞ്ഞിരുന്ന കണ്ണുനീർ അവളുടെ കുഞ്ഞു വിരലുകൾ കൊണ്ട് അവൾ തുടച്ചു കൊടുത്ത് അവനെ നോക്കി ചിരിച്ചു. എൻ്റെ കുഞ്ഞോളും ഇങ്ങനെയായിരുന്നു പൊന്നു. ഏട്ടൻ്റെ കണ്ണു നിറയുന്നത് അവൾക്ക് ഇഷ്ടമല്ല. കിച്ചു നിളയുടെ ചുണ്ടിൽ ചുണ്ട് ചേർത്തുകൊണ്ട് പറഞ്ഞു. കണ്ടില്ലേ ആൻറ്റി, അമ്മുവിനെ കാണാതായതു മുതൽ ഒരു ഭ്രാന്തനെ പോലെ നടന്നതാ ഇവൻ. ഇതുവരെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അവനെയാ ആൻറ്റി ഇത്രയും സമയം കുറ്റപ്പെടുത്തിയത്, രാകേഷ് ഈർഷ്യയോട് പറഞ്ഞു. രാഖി ചായ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. അവൾ നിളമോളയും എടുത്തുകൊണ്ട് ബാൽക്കണിയിൽ പോയി നിന്നു. ശില്പ ഹരിയെ നോക്കി. അവൾക്ക് അവനോട് വല്ലാത്ത നീരസം തോന്നി. രാഖിയോട് സഹതാപവും. അജയെ കിട്ടിയോ രാകേഷേ? ഇല്ലച്ചാ, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവനായതുകൊണ്ട് പേടിക്കണ്ട. എവിടെ പോയാലും തിരിച്ചു വരാൻ അവൻ അറിയാലോ. ഊരുതണ്ടിയല്ലേ. എപ്പോഴത്തെയും പോലെയല്ല. അവൻ ഒറ്റയ്ക്കല്ല, അമ്മു അവൻ്റെ കൂടെയുണ്ട്. അമ്മുവിനാണെങ്കിൽ അറിയാത്ത നാടും ഭാഷയും. ഇന്നുകൂടി അവനെ കിട്ടിയില്ലെങ്കിൽ സച്ചിയെ വിളിച്ച് മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യണം. അവൻ തിരികെ വരുമെന്ന് കരുതി നമ്മൾ കയ്യും കെട്ടി നോക്കിയിരിക്കരുത്. രാകേഷ് തലകുലുക്കി സമ്മതിച്ചു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയുമായാണ് അജയ് തിരികെ വരുന്നതെന്ന് അവരാരും അന്നേരം അറിഞ്ഞിരുന്നില്ല. ഗോപാലിൻ്റെ മക്കളായ ജാൻവിയും പായലും സ്കൂൾ വിട്ടു വന്നപ്പോൾ കണ്ടത് വീട്ടിലെ 2 പുതിയ അതിഥികളെയായിരുന്നു. അവർ സംശയത്തോടെ അമ്മുവിനെയും അജയെയും നോക്കി. രാജശ്രീ അവരെ അടുത്തേക്ക് വിളിച്ചു. ഈ ചേട്ടനും ചേച്ചിയും നമ്മുടെ അകന്ന ബന്ധത്തിലുള്ളവരാണ്. മുംബൈയിൽ നിന്ന് നമ്മളെ കാണാൻ വന്നതാ. ജാൻവിയും പായലും അവരെ നോക്കി പുഞ്ചിരിച്ചു. ഇവളാ മൂത്തത് ജാൻവി, 10ൽ പഠിക്കുന്നു. ഇവൾ പായൽ 8ലും. രണ്ടാളും ആദ്യം കുറച്ചൊക്കെ അകലം കാണിക്കും, പിന്നെ ഭയങ്കര കാര്യം പറച്ചിലായിരിക്കും. രാജശ്രീ പറഞ്ഞപ്പോൾ അജയ് അവരെ നോക്കി കണ്ണ് ചിമ്മി. അമ്മു അവരെ നോക്കി ചിരിച്ചു. രണ്ടാളും അവരെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് മുറിയിലേക്ക് ഓടി. ഞാൻ അവർക്ക് ചായ ഇട്ട് കൊടുക്കട്ടെ. രാജശ്രീ അതും പറഞ്ഞ് എഴുന്നേറ്റ് പോയി. മുറിക്കുള്ളിൽ കയറിയിട്ട് പായലും ജാൻവിയും അവരെ ഒളിഞ്ഞു നോക്കി. അജയ് കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിച്ചപ്പോൾ അകത്ത് കയറി മറയുകയും ചെയ്തു. അമ്മു മ്ലാനമായി ഇരിക്കുന്നത് കണ്ട് അജയ് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. അവളെ നോക്കി. നമ്മളിനി എന്നാ അജയ് വീട്ടിലെത്തുക? എനിക്ക് ആകെ ടെൻഷനാവുന്നു. നമ്മൾ ഇന്ന് എത്തുമെന്ന് കരുതി കൊച്ചേട്ടൻ കാത്തിരിക്കുന്നുണ്ടാവില്ലേ? താനൊന്ന് സമാധാനപ്പെടടോ. ഗോപാൽ ചേട്ടൻ വന്നിട്ട് ആളുടെ ഫോൺ വാങ്ങി ഏട്ടനെ വിളിക്കാം. അവരെ ഇനി ഇവിടെ വരട്ടെ. നമ്മൾ ഇനി തനിയെ പോയി കൂടുതൽ പ്രശ്നങ്ങളിൽ പോയി ചാടുകയുള്ളൂ. അമ്മു അവനെ തുറച്ചു നോക്കി. അവർ വരുന്നവരെ നമ്മൾ ഇവിടെ താമസിക്കണമെന്നാണോ? എന്നാൽ ഇയാൾ ഇവിടെ ഒരു കുടിൽ കെട്ടി അങ്ങ് താമസാക്കിക്കോ. അജയ് ആലോചിക്കുന്നത് പോലെ അവളെ നോക്കി. അത് ഞാനും ആലോചിച്ചു. നല്ല നാട്, നല്ല ആൾക്കാർ, ഒരു കല്യാണവും കഴിച്ച് ഇവിടെ അങ്ങ് താമസമാക്കിയാലൊന്ന് ചിന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? അത് ശരി, നമ്മൾ ഇവരുടെ മുന്നിൽ ഭാര്യ ഭർത്താക്കന്മാരല്ലേ. അപ്പോൾ അജയ് വേറെ പെണ്ണ് കെട്ടിയാൽ ഇവർ തല്ലിക്കൊല്ലും. അത് ശരിയാണല്ലോ. എങ്കിലൊരു കാര്യം ചെയ്യാം, തന്നെ ഞാൻ കെട്ടിക്കോളാം, പോരെ? അമ്മു അവൻ്റെ ചുമലിൽ നല്ലൊരു ഇടി കൊടുത്തു. ആഹാ, അപ്പോൾ ഇതാണല്ലേ മനസ്സിലിരിപ്പ്? അയ്യടാ, കെട്ടാൻ പറ്റിയൊരു മുതല്. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും കുർള എക്സ്പ്രസിന്റെ തല വെക്കുവോ? അജയ് അവളെ ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. അമ്മുവിന്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തു. രാജശ്രീ ചപ്പാത്തി പരത്തിക്കൊണ്ടിരുന്ന കോല് അവൾ കയ്യിലെടുത്ത് അവനെ അടിക്കാനോങ്ങിയതും അജയ് പുറത്തേക്ക് ഓടിയിരുന്നു. അമ്മു അവന്റെ പിന്നാലെയും. അജയ് പായലിന്റെയും ജാൻവിയുടെയും പിന്നിൽ മറഞ്ഞു നിന്ന് അമ്മുവിനെ നോക്കി കൊഞ്ഞനം കുത്തിയപ്പോൾ അമ്മു വീണ്ടും അവനെ തല്ലാൻ ഓടി. പായലും ജാൻവിയും കൈകൊട്ടി ചിരിച്ചുകൊണ്ട് അവരെ നോക്കി നിൽപ്പുണ്ട്. അല്ല രാജശ്രീ, ഇപ്പോഴാണല്ലോ നിന്റെ വീട്ടിലൊരു ഒച്ചയും അനക്കവും കേൾക്കുന്നത്. ആരാ വന്നിരിക്കുന്നത്? അപ്പുറത്തെ വീട്ടിലെ ഒരു സ്ത്രീ രാജശ്രീയോട് ചോദിച്ചു. ഭയ്യയുടെ മോനും ഭാര്യയും മുംബൈയിൽ നിന്ന് വന്നതാ. 2 ദിവസം അവരുടെ ഉണ്ടാവും. അവർ വേറെ ഭാഷയല്ലേ പറയുന്നത്? അതെന്താ? രാജശ്രീ പരിങ്ങിക്കൊണ്ട് അവരെ നോക്കി. നീ ആരോടും പറയാൻ നിൽക്കണ്ട. പെങ്കൊച്ച് കേരളത്തിലുള്ളതാ. ഭാര്യയ്ക്ക് കുറച്ച് എതിർപ്പുള്ളത് കൊണ്ട് അവർ ഇവിടെ വന്ന് നിൽക്കുന്നത്. ആ കൊച്ചിൻ്റെ നെറുകിൽ സിന്ദൂരവും കഴുത്തിൽ മംഗൾസൂത്രയൊന്നും ഇല്ലല്ലോ. രാജശ്രീ പകപ്പോടെ അവരെ നോക്കി. രാജശ്രീയും കൃത്യമായി ഉത്തരം അറിയാത്ത കാര്യമാണിത്. ഗോപാൽ വന്നാലേ സത്യം അറിയാൻ കഴിയൂ.
ഞാൻ പറഞ്ഞില്ലേ, അവരും ഒരേ ജോലിസ്ഥലത്ത് ജോലി ചെയ്യുന്നവരായിരുന്നു. അവിടെ വെച്ച് രണ്ടുപേരും ഇഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഭയ്യയ്ക്ക് എതിർപ്പായതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. എങ്കിൽ അവരുടെ വിവാഹം നമുക്ക് നടത്തിക്കൊടുത്തുകൂടെ? ഈ ഗ്രാമത്തിലെ നിയമം രാജശ്രീക്ക് അറിയാലോ. പ്രണയിക്കുന്നവരെ പിരിക്കുന്നത് പാപമാണെന്നല്ലേ നമ്മുടെ വിശ്വാസം. അവരെ ഒന്നിപ്പിച്ചാൽ അത് നമുക്ക് നല്ലതേ വരൂ. ഈ കാര്യം ഞാൻ ഗ്രാമമുഖ്യനോട് പറയട്ടെ. അവർ തിടുക്കത്തിൽ പോയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് രാജശ്രീ തലയിൽ കൈവച്ചു നിന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജാൻവിയും പായലും അജയോടും അമ്മുവിനോടും കൂട്ടായിരുന്നു. വൈകിട്ട് കടയടച്ചിട്ട് വന്ന ഗോപാൽ മക്കൾക്ക് വാങ്ങിയതിനൊപ്പം പലഹാരങ്ങൾ അവർക്കും കൂടി വാങ്ങി. എല്ലാം കൈവിട്ടുപോയി. രാജശ്രീ ആകുലതയോടെ പറഞ്ഞപ്പോൾ ഗോപാൽ സംശയത്തോടെ നോക്കി. രാജശ്രീ നേരത്തെ നടന്നതൊക്കെ ഗോപാലിനോട് പറഞ്ഞു. അജയ് കണ്ണുമിഴിച്ച് അവരെ നോക്കി. കുറച്ചു കഴിഞ്ഞ് മുറ്റത്ത് കുറച്ച് ആൾക്കാർ വന്നപ്പോൾ ഗോപാലും രാജശ്രീയും പുറത്തേക്കിറങ്ങിപ്പോയി. അവരുടെ പുറകിൽ നിന്ന് അജയ് എത്തി നോക്കിയപ്പോൾ വലിയ തലപ്പാവ് വെച്ച് ആചാനുബാഹുവായ ഒരു കൊമ്പൻ മീശക്കാരൻ, സ്ത്രീകളും പുരുഷനും അടക്കം കുറച്ച് ആൾക്കാരുമുണ്ടായിരുന്നു. ഗോപാലും രാജശ്രീയും കൈകൂപ്പി അവരുടെ മുന്നിലേക്ക് ചെന്നു. എവിടെ ഗോപാൽ, നിന്റെ അതിഥികൾ? ഗ്രാമൻ തലവൻ ഗൗരവത്തോടെ ചോദിച്ചപ്പോൾ ഗോപാൽ വിളറിയ ചിരിയോടെ നോക്കി. പരിഭ്രമിക്കാതെ ഗോപാൽ, ഞങ്ങൾ നവദമ്പതിമാരെ കാണാൻ വന്നതാണ്. അവരെ വിളിക്കൂ. രാജശ്രീ അകത്തേക്ക് പോയി അവരെയും കൂട്ടി പുറത്തിറങ്ങി. അമ്മു ഭയത്തോടെ അജയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. പേടിക്കണ്ട, നമ്മളെ ഉപദ്രവിക്കാനല്ല, കാണാനാണ് അവർ വന്നത്. അജയ് അവളോട് പറഞ്ഞപ്പോൾ അമ്മു ശ്വാസം വിട്ട് അവരെ നോക്കി. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണോ? ഗ്രാമമുഖ്യൻ ഗൗരവത്തോട് അജയോട് ചോദിച്ചപ്പോൾ അജയ് തല അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചു.